Good morning, friends. It's me, Simon, YouTube channel. Simon Varghese, Facebook, Simon Varghese, Instagram. ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയാണ്. ഐ എം ഓൾവേസ് ടോക്കിംഗ് ടു യു ദാറ്റ് ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മൾ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി എനർജി ലഭിക്കും. നമ്മളെ തോട്ടിൽ, നമ്മുടെ പ്രവൃത്തിയിൽ എല്ലാം ധാരാളം തിങ്കിങ്ങെല്ലാം ഒത്തിരി പോസിറ്റീവായിരിക്കും. ഒരു ചിലരുണ്ട് ജന്മന വാ തുറക്കുന്ന മറ്റുള്ളവരെ കുറ്റം പറയാൻ, മറ്റുള്ളവരെ വിമർശിക്കാൻ, അല്ലെങ്കിൽ എത്ര നല്ല പായസം കൊടുത്താലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടി. അത് അവരുടെ ഒരു കഴിവാണ്, ഒരു മേന്മയായിട്ടാണ്. ഒരു നോട്ടീസ് അടിച്ചിട്ട് ആ നോട്ടീസിൽ എവിടെയെങ്കിലും ഒരു അക്ഷരപ്രശ്നം ഉണ്ടെന്നാണ് നോക്കുന്നത്. അല്ലെ നോട്ടീസിൽ എന്താ അടിച്ചിരിക്കുന്നല്ലോ നോക്കുന്നത്. വന്നിട്ട് ചാടി എഴുതിട്ട് ഇന്ന അക്ഷരപ്രശ്നം ഉണ്ട്, അത് ശരിയായില്ല, മതിയായ ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗിക്കും. എന്നാൽ അതിൻ്റെ കണ്ടൻറ് എന്താ? നമ്മളിപ്പോഴും എന്താ ഈ നോട്ടീസാണെങ്കിലും വീഡിയോസ് ചില ഈ ഞാൻ MBA പഠിക്കുമ്പോഴേ അവിടെ ഒരു വലിയ ക്ലാസ് ഉണ്ട്. അതായത് ഞങ്ങൾക്ക് അരമണിക്കൂർ പരസ്യം കാണണമെന്ന് നിർബന്ധമായിരുന്നു. HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണ് നമ്മൾ MBA പഠിച്ചത്. അപ്പം അതിൽ ഈ പരസ്യം കാണാൻ പറയും, നിർബന്ധം. അരമണിക്കൂർ പരസ്യം കുത്തിയിരുന്ന് കാണണം. എന്താണെന്നറിയോ, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കൊച്ചുമക്കളോടും പറയും, ശ്രദ്ധിക്കും, പരസ്യം കാണണം. ഈ പരസ്യം ഒരു ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡിൽ വിതിൻ സെക്കൻഡ്സ് ദേ ആർ ടെല്ലിങ് എ സ്റ്റോറി ടു അസ്. വി ഹാവ് എ പ്രോഡക്റ്റ്, ഇറ്റ് ഹാസ് ഹൈലി പെർഫോംഡ്, ഇറ്റ് വിൽ ഗിവ് യു more result when compared to your money. So many messages they are delivering to us in a short span of. അതുകൊണ്ട് പരസ്യം ഞങ്ങൾ എന്തുമാത്രം പരസ്യം കാണുമായിരുന്നു. എന്നിട്ട് അതിനെപ്പറ്റി നോട്ട് എഴുതുമായിരുന്നു. ആ പരസ്യത്തിൽ അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചുമക്കളോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരും അത് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിലെ മെസ്സേജുകൾ പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് ഒരു തിരക്കിൻ്റെ കാലമാണ്. ആർക്കും അധികം സമയമില്ല സ്പെൻഡ് ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെ 10 minutes+ ആണ്. അതിലൊത്തിരി ആശയം പറയുന്നുണ്ട്, കുറേ ഗുണം പറയുന്നവരുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്ക് അത് ഇഷ്ടമാണ്. കാരണം അവരുടെ ഫ്രീ ടൈമിൽ ഒരു 10 മിനിറ്റ് കേൾക്കുമ്പം അത് സന്തോഷമാണ്. പക്ഷെ ഇവിടെ ട്രെയിനിൽ പാഞ്ഞു പോകുന്ന, ജോലിക്ക് പോകുന്ന, മെട്രോ തൂങ്ങി കിടക്കുന്നവർക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാനാ, നമ്മളിതെല്ലാം സമ്മിശ്രമായിട്ട് അതിനെ നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, എനിഹൗ കാലഘട്ടം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡിൽ മീനിങ് ട്രാൻസാക്റ്റ് ചെയ്യണമെന്നാണ്. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെടുക്കുന്ന വിഷയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് സമയം എടുത്തു പോകുന്നത്. എനിഹൗ നമ്മൾ ഇങ്ങനെ പോസിറ്റീവിനെ പറ്റി പറയുമ്പോഴേ ചിലർക്ക് എപ്പോഴും മേലുവേദന, ശരീരവേദന, പ്രയാസം, എഴുന്നേൽക്കുമ്പോൾ നടുവേദന എന്നൊക്കെ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യും. ഇത്തരക്കാരെ പറ്റി ഇന്ന് നിങ്ങളൊന്ന് നേരിയ രീതി ചിന്തിച്ച് നോക്കിക്കോളൂ. അവർ നല്ല നെഗറ്റീവ് ആളുകളായിരിക്കും. എന്തിനെപ്പറ്റി നെഗറ്റീവ് പറയുന്ന, അയൽക്കത്തെ ഭാസ്കരൻ്റെ ഭാര്യയെപ്പറ്റി പറയുന്ന, എന്തോ അവർക്കൊരു രസം പോലെയാണ്. എന്ത് കാര്യം, നമുക്കെന്താ കാര്യം? പ്രായപൂർത്തിയായ സ്ത്രീ അവരെ അങ്ങനെ ജീവിക്കട്ടെ, നമുക്ക് അതിനു വേണ്ടി കളയാൻ. ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന, നമ്മുടെ മെറ്റബോളിസം ഉണ്ടാകുന്ന ചേഞ്ചാണ് ഈ പെയിനായിട്ടൊക്കെ വരുന്നത്. അതിനും അതത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും ചെയ്യും. നമ്മുടെ ബോഡിക്ക് ഒരു കമ്പ്യൂട്ടറാണ്, അതിനും അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പം ബി പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ പല രോഗങ്ങളും നിങ്ങളെ വിട്ടുമാറും, ആരോഗ്യം വരാൻ തുടങ്ങും, നല്ല ചിന്തകൾ വരാൻ തുടങ്ങും. എൻ്റെ ഫ്രണ്ട്സാണ് എന്നും കാണുന്നവരെ. ഹായ് വിട്ടു തുടങ്ങും. നമ്മുടെ രോഗങ്ങളൊക്കെ വിട്ടുമാറും, സ്മാർട്ടാകും. അപ്പം ബി പോസിറ്റീവ് ഓൾവേസ്. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഞാൻ അങ്ങനെ പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടൊരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ല അങ്ങനെയൊന്നും ആയിട്ട് പറയുന്നതല്ല, ഒരു എക്സാമ്പിൾ പറയാം. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസുകൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഒരു വാക്ക്, ഒരു പിഴവ് അത് കണ്ടിട്ടുണ്ടോ? പഠിച്ച് മനസ്സിലാക്കി എന്ത് പറയണം, എന്ത് പറയേണ്ട, ആരോട് പറയണം, ആരോട് പറയണ്ടെന്ന് പഠിച്ചിട്ടാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത് തന്നെ. അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം വീട്ടിൽ അതിഥികളെ സ്വീകരിക്കാറില്ല. അദ്ദേഹം വലിയ സദ്യയും സൽക്കാരവും നടത്താറില്ല. ഒരു സാമാന്യ ഗാന്ധിയനെ പോലെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അയാളുടെ കുടുംബത്തെ അയാൾക്ക് ഇഷ്ടമാണ്. ഗാന്ധിജിക്ക് അസുഭാഷ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇഷ്ടപ്പെടുന്നു, കൊച്ചുമക്കളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരാൾക്കേ ഒരു നാടിനെ നേർവഴിക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാവ്യമായ സംസ്കാരം ഉടലെടുക്കത്തുള്ളൂ, സ്നേഹം ഉണ്ടാകത്തുള്ളൂ, കഷ്ടപ്പെടുന്നവനെ പറ്റി ഓർത്ത് കരുണ ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഓർത്തു പോവുകയാണ് ആ ഒരു സ്മാർട്ട്നെസ്സേ. ഈ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴേ നമ്മളെല്ലാം കയ്യും മെയ്യും മറന്ന് കൊടുത്തു അല്ലേ? പെൻഷനേഴ്സ് സംഘടന തന്നെ ഏതാണ്ട് 200 പരം കോടി രൂപ കൊടുത്തെന്നാണ് പറയുന്നത്, ഗവൺമെൻറ് പെൻഷനേഴ്സ്. അപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ട് അങ്ങോട്ട് എല്ലാവരും വാരിക്കോരി ചെയ്തു. നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രശ്നം വന്നു. ഞാനതിനകത്തെ പോസിറ്റീവ് അവിടെ അല്ല കണ്ടത്, അതിലും മുകളിലാണ്. അപ്പം ഇവിടെ പത്രങ്ങളെല്ലാം എഴുതി, ടി വി എഴുതി, ഈ ചില മതസംഘടനകൾ എഴുതി, ഞങ്ങൾ 40 വീട് വെച്ച് കൊടുത്തേനെ, ഞങ്ങൾ 20 വീട് വെച്ച് കൊടുത്തേനെ, ഞങ്ങൾ 100 കൊടുത്തേനെ. ചില രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞെങ്കിൽ ചെയ്തില്ലെങ്കിലും പറഞ്ഞു. അപ്പം നമുക്കും തോന്നി ശരിയാ, ഈ ഗവൺമെൻറ് എന്താ കാണിക്കുന്നത്? ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കിട്ടുകയില്ലായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അന്നേരം ചെയ്ത് അങ്ങനെയല്ല, കേന്ദ്രത്തിലേക്ക് ഒരു അനുമതിക്ക് എഴുതി. കാരണം ഭൂമി കുലുക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്, അതിനപ്പുറത്തുകൊണ്ട് വീട് വെച്ചാൽ അതും ഭൂമി കുലുക്കത്തിൽ നശിച്ചു പോകും. അപ്പം ഭൂമി കുലുക്കം ഉണ്ടാകാത്ത, അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രദേശം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുവാദം ഇന്നടുത്ത് ഇന്നൊരു സ്ഥലം അവിടെ ഭൂമി കുലുക്കത്തിന് സാധ്യത കുറവാണ് തുലും. അത് കഴിഞ്ഞ് കേന്ദ്രത്തിലേക്ക് എഴുതി, സാങ്ഷന് വേണ്ടി എഴുതി. കാരണം ഈ ഭൂമിയുടെ തരംതിരിവ് വേണമല്ലോ, കൃഷി സ്ഥലമോ എസ്റ്റേറ്റോ വനമൊക്കെയാണ്. അപ്പം അത് വീട് വെക്കണമെങ്കിൽ അതെല്ലാം കിട്ടി. അപ്പോഴും ധാരാളം, ഞാനും വിമർശിച്ച ആളാണ് കേട്ടോ, ഈ 700 ചില്ലാനും കോടി രൂപ കിട്ടി, 200 പരം വീടുകളേ ഉള്ളൂ, അവർക്ക് എന്താ ചെയ്യാൻ മേലാതെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ ബുദ്ധി, ഞാൻ ചെറിയ മനുഷ്യനല്ലേ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പത്രക്കാർ വലിയ ബുദ്ധിയുള്ള ആളുകളെല്ലാം എഴുതുക. അവസാനം എന്തായി? സർക്കാർ പറഞ്ഞത് ഇവൻ്റെ വീട് മാത്രമല്ല അവിടെ ഒലിച്ചു പോയത്, അവൻ്റെ അമ്പലം പോയി, പള്ളി പോയി, അവൻ്റെ സ്കൂള് പോയി, ലൈബ്രറി പോയി, ആശുപത്രി പോയി, റോഡ് പോയി. അപ്പോൾ സർക്കാരിൻ്റെ ലക്ഷ്യം എന്താ? അവരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. പിന്നീടാണ് പുറത്താക്കി. അവരതൊരു ടൗൺഷിപ്പാക്കി മാറ്റി. എങ്ങനെയാണ്? ഈ തകർന്നുപോയ വീട്ടിലെ അംഗങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം, അടുത്തടുത്ത് താമസിക്കാനും, അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഴയ പോലെ ഒരുമിച്ച് കളിച്ച് നടക്കാനും, ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക്, മരിച്ചുപോയവർ പോയി, അവർക്കൊരു മൈതാനം സൃഷ്ടിക്കാനും, അമ്പലം പണിയാനും, പള്ളി പണിയാനും, മോസ്ക് പണിയാനും, ആശുപത്രി പണിയാൻ എല്ലാം ഉള്ള ടൗൺഷിപ്പാണത്. അത് ഊരാളുങ്കൽ ഏജൻസിയാണ് ചെയ്യുന്നത്. ഊരാളുങ്കൽ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പേര് പോലെ തന്നെ പ്രശസ്തമാണ്, ഉത്തരവാദിത്തമുള്ളവരാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ആലപ്പുഴ റോഡ്, ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് ഇവിടെ പോകുന്നവർക്ക് മനസ്സിലാകും ഊരാളുങ്കലിൻ്റെ. അതുപോലെ ഓരോരോ ശ്രേഷ്ഠമായ പ്രവൃത്തികൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊരാളുങ്കലാണ് ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഡിസംബറിൽ കയറി താമസിക്കുക. അപ്പോൾ ആ വീട് കിട്ടാൻ പോകുന്നവർ ആ വീട് കാണാൻ ചെല്ലുന്നില്ല. അവർ പറഞ്ഞു, എൻ്റെ ഒരു ശിക്ഷായുസ് മുഴുവൻ ഈ ഭൂമികൾക്ക് ഉണ്ടാകാതിരിക്കുകയും ഞാൻ ജോലിയും ചെയ്തതിന് ഇതുപോലൊരു വീട് എനിക്ക് കിട്ടില്ല. 2-3 ബെഡ്റൂം, എല്ലാം ടൈലൊട്ടിച്ച് നല്ല വെള്ളവും കിട്ടുന്ന, വാട്ടർ സപ്ലൈ ഉള്ള, ടോയ്ലറ്റുള്ള, അടുത്ത് തന്നെ സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, ബസ് സ്റ്റാൻഡുണ്ട്, ഹോട്ടലുകളുണ്ട്, പൊതുസ്ഥാപനങ്ങളുണ്ട്, റേഷൻ കടകളുണ്ട്, എല്ലാം ഉള്ള ഒരു ടൗൺഷിപ്പാണ്. ഞാൻ സ്തുതിക്കുന്നു മനുഷ്യ സ്നേഹിത. ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മന്ത്രിമാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയെല്ലാം അഭിനന്ദിക്കുകയാണ്, നമിക്കുകയാണ്. കാരണം ഇത് ലോകത്തിന് ഒരു പാടാണ്. ഇന്ത്യയിൽ എവിടെല്ലാം സംസ്ഥാനങ്ങൾ ഇങ്ങനെയെല്ലാം ഭൂമികൾക്ക് ഉണ്ടാകുന്നു, ലാൻഡ് ഇറോഷൻ ഉണ്ടാകുന്നു, മരണങ്ങളുണ്ടാകുന്നു, അവിടെയൊക്കെ അവർ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. വീട് വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് കൊടുത്താൽ നിങ്ങൾ അവരുടെ വഴിക്ക് പോയി. കോട്ടയത്ത് ആക്സിഡൻറ്റ് ഉണ്ടായാൽ കൊയിലാണ്ടിയിലായിരിക്കും വീട് കിട്ടിയത്. എന്ത് കഷ്ടം. അവർ പിന്നെ ഒരു അനാഥത്തിലാണ് ജീവിച്ചു പോകുന്നത്. ഇതങ്ങനെയല്ല, പഴയ ആ ഒരു ശക്തമായ മനസ്സോടെ അവർ ജീവിക്കുക. അത് ഇന്ത്യക്ക് മാതൃക, ലോകത്തിന് മാതൃകയാണ്. ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ ഒരു ബുദ്ധിയോടെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യനെ, ഈ മുഖ്യമന്ത്രിയെ പറ്റി അദ്ദേഹത്തിന്
അദ്ദേഹം ഒരു പോസിറ്റീവായ മനുഷ്യനാണ്, കഴിവും ശക്തിയുള്ള ആളാണെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാൻ വന്ന വിഷയം കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോക്കാണ്. ഇപ്പം തന്നെ 1600 രൂപ പെൻഷൻ കൊടുക്കുമായിരുന്നു. എത്ര പേർക്ക്? 62 ലക്ഷം പേർക്കാണ്. അതിപ്പോൾ 2000 ആക്കാൻ പോകുന്നു. അത് വലിയൊരു കാര്യം. അതാണ് കാര്യം. അപ്പം നല്ല ഒരു രീതിയിൽ കേരളത്തെ മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു വിഷയത്തെപ്പറ്റി, അതുപോലെ ധാരാളം പേര് ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് IAS ഉള്ളവരും IAS ഇല്ലാത്തവരും, രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമില്ലാത്തവരും എല്ലാം കൂടെ അങ്ങനെ ഈ സമൂഹം കെട്ടിപ്പടുത്തി. നല്ല വെയിലായി, ലൈറ്റുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബി പോസിറ്റീവ് ഓൾസ്. ഓക്കെ, താങ്ക് യു.